സമ്മാനങ്ങളോടൊപ്പം സ്വർണ്ണ നാണയങ്ങൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട്. ഈ വരുന്ന മെയ് 27 തന്നെ നെറുക്കെടുക്കുന്നതാണ്. പാവപ്പെട്ട പറ്റിക്കപ്പെട്ടു പോയിട്ടുള്ള 1000 രൂപ നൽകിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവസ്ഥ എന്താകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമത്തിന്റെ വഴിയെ പോകാമെന്ന് പറയുന്നവരോടൊക്കെ പറയാനുള്ളത്, അതായത് സാപ്പിക്ക് ഈ വീട് വേണ്ട എന്നാണ് ചുരുക്കം. ഈ വീട് സാപ്പി എടുത്താൽ തന്നെ അത് വലിയൊരു നാണക്കേടാണ്. സാപ്പി ഈ വീട് തിരിച്ച് നാസറിന് കൊടുക്കുമെന്നുള്ളതാണ്. നിവൃത്തികേട് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്, വേറൊരു വഴിയും ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഈ മെഡിക്കേരി കേമാട് ഭാഗത്തോടൊപ്പം തന്നെ ഒരു നല്ല അടിപൊളി കാറ്, സ്കൂട്ടർ, 58 സമ്മാനങ്ങളോടൊപ്പം സ്വർണ്ണ നാണയങ്ങൾ. നറുക്കെടുപ്പ്, റമ്മി ഗെയിം, ഇൻഫ്ലുവൻസേഴ്സിനെ വിശ്വസിച്ചിട്ട് ഒരുപാട് ജീവിതങ്ങൾ ഇങ്ങനെ പറ്റിക്കപ്പെടുന്നു. 100% സാക്ഷരത എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലുള്ളവർ ഇങ്ങനെ കെണിയിൽപ്പെടുന്ന സംഭവമാണ് ധാരാളം ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇന്നും നമ്മുടെ ടോപ്പിക്ക് മറ്റൊന്നുമല്ല, ലക്കി ഡ്രോ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, വേറെ ഒന്നും പറയാനില്ലേ, എന്തിനാ പിന്നെ ഈ ലക്കി ഡ്രോയിൽ തന്നെ ഈ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എന്ന്. ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ പറഞ്ഞു പോകുന്നതാണ്. ഖാദർ കരിപ്പൊടി മാർച്ച് 8 ഒരു ലക്കി ഡ്രോയിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിരുന്നു. അതിനെ ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്ത് വീഡിയോസൊക്കെ ചെയ്തിട്ടുമുണ്ടായിരുന്നു. അവരൊക്കെ പ്രൊമോഷൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് അതൊക്കെ വിട്ടു. പക്ഷേ ഖാദർ ഇപ്പോഴും രംഗത്ത് തന്നെയുണ്ട്. ഈ വീഡിയോയിൽ ഖാദർ പറഞ്ഞത് മെയ് 27 നറുക്കെടുപ്പാണ് എന്നാണ്. അപ്പോൾ 20,000 ടിക്കറ്റാണ് ടാർഗറ്റ്. ഉദ്ദേശം ഏതാണ്ട് ഒരു 2 കോടി രൂപയോളമാണ് കളക്ഷന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 80 ലക്ഷം രൂപ മാത്രമാണ് ശേഖരിച്ചിരിക്കുന്നത്. 8,000 ടിക്കറ്റ് മാത്രമേ പോയിട്ടുള്ളൂ. മെയ് 20 കണക്ക് പ്രകാരമാണ് ഇങ്ങനത്തെ ഇത് വന്നിരിക്കുന്നത്. കാരണം വീഡിയോ ഇട്ടത് മെയ് 20 അപ്പോൾ ഈ മാർച്ച് 8 മുതൽ ഒരു മെയ് 20 വരെയുള്ള ഒരു സമയം പരിധിയിൽ ഇതിനിടയ്ക്ക് വിറ്റുപോയത് വന്നിട്ട് വെറും 8,000 ടിക്കറ്റ് മാത്രമാണ്. 20,000 ടിക്കറ്റാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ വിറ്റുപോയത് വെറും 8,000 ടിക്കറ്റ് മാത്രമാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, വിചാരിച്ചതുപോലെയുള്ള ടിക്കറ്റ് വിൽപ്പനയൊന്നും നടക്കാത്തത് കൊണ്ട് ഈ നറുക്കെടുപ്പ് ഇവർ നീട്ടിവെക്കുന്നു എന്നാണ് പറയുന്നത്. 4,550 സ്ക്വയർ ഫീറ്റുള്ള ഇത്രയും മനോഹരമായിട്ടുള്ള വീട് കൊടുക്കുന്നതെന്ന് ചിലർ ചോദിക്കുന്നതാണ്. പക്ഷേ ഇസ്മയിലിൻ്റെ സുഹൃത്തുക്കളോ ഇസ്മയിലിൻ്റെ കുടുംബക്കാരോ ഇസ്മയിലിൻ്റെ നാട്ടുകാരോ ആ ഒരു ചോദ്യം ചോദിക്കില്ല. ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരടക്കം ഈ നെറുക്കെടുപ്പിൽ നിന്ന് ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് ഈ മനുഷ്യന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെയുള്ള അറിയപ്പെടുന്ന ഒരു കോഫി കമ്പനിയുടെ ഉടമയായിരുന്ന ഇസ്മയിൽ മാറാരോഗം വരുന്നു. നിലവിൽ കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്മയിൽ ഈ വീട് വിറ്റ് കടം തീർക്കാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷേ അതൊരിക്കലും സാധിച്ചില്ല. തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു 20 ദിവസം കൂടി മുമ്പോട്ട് നീട്ടിയിട്ട് 20 ദിവസത്തിൽ കൂടുതൽ നീട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത മാസം, അതായത് ജൂൺ 25 തന്നെ നെറുക്കെടുപ്പ്. അപ്പോൾ അടുത്ത നറുക്കെടുപ്പ് നടക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ജൂൺ 25 അത് അടുത്ത നറുക്കെടുപ്പ് അവർ പറഞ്ഞിരിക്കുന്നത്. അന്നും നടക്കുമോ എന്നുള്ള കാര്യം സംശയം തന്നെയാണ്. പിന്നെ പറയുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ മേഖല, ഈ ലക്കി ഡ്രോ, ഈ ഗാംബ്ലിങ്, ലോട്ടറി, ഇതുപോലത്തെ നറുക്കെടുപ്പ്, ഇതൊക്കെ സർക്കാരിന് മാത്രം അവകാശമുള്ള ഒരു മേഖലയാണ്. അന്യ സംസ്ഥാന ലോട്ടറി പോലും നമ്മുടെ സർക്കാർ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കടമൊക്കെ വീട്ടാൻ വീട് വിൽക്കുന്ന വീഡിയോ ഇതൊക്കെ ഇട്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു മ്യൂസിക്കും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഉടായിപ്പാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഒരുപാട് പേര് ഇതുപോലെ സമാന രീതിയിൽ ഉടായിപ്പ് ചെയ്യുന്ന വീഡിയോസൊക്കെ അടുത്ത കാലം ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ പ്രൊമോ ഒക്കെ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ എന്തോ ഒരു അജണ്ട ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. പാവപ്പെട്ട പറ്റിക്കപ്പെട്ടു പോയിട്ടുള്ള 1000 രൂപ നൽകിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവസ്ഥ എന്താകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമത്തിന്റെ വഴിയെ പോകാമെന്ന് പറയുന്നവരോടൊക്കെ പറയാനുള്ളത്, അതിന് സമയമെടുക്കും, വർഷങ്ങളാകും. നീതി കിട്ടിയാൽ കിട്ടി. പാണ്ടിക്കാട് ആ ഒരു പേര് ഇപ്പം പറയുന്നത് പോലെ ആകെ മൊത്തം ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു പേരാണ്. ഇരിക്കട്ടെ, പാണ്ടിക്കാട് കുഞ്ഞൻ്റെ ലക്കി ഡ്രോ അതും തട്ടിപ്പാണെന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ പൊതുജനങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഞാനും ഇതുപോലെയുള്ള ഒരു ലക്കി ഡ്രോ ഒരു രോഗിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വരാൻ നിൽക്കുന്നതേ ഉള്ളൂ. മേഖലയിൽ ഒരു സുതാര്യത വേണം. ഒരു വീഡിയോ കാണിച്ചിട്ട് എനിക്ക് നാസറിനോടും കുഞ്ഞാനോടും ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമോ? പിന്നെ നമ്മളിപ്പോ എന്താ വെച്ചാൽ ഇവിടെ വന്ന് നിൽക്കാനോ നമ്മൾ പോകണ്ട.
കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ നാട്ടില് വീടും കാര്യങ്ങളും ഉണ്ട്, ബിസിനസ്സും കാര്യങ്ങളൊക്കെ നാട്ടിലാണ്. അതായത് സാപ്പിക്ക് ഈ വീട് വേണ്ട എന്നാണ് ചുരുക്കം. ഈ വീട് സാപ്പി എടുത്താൽ തന്നെ അത് വലിയൊരു നാണക്കേടാണ്. സാപ്പി ഈ വീട് തിരിച്ച് നാസറിന് കൊടുക്കുമെന്നുള്ളതാണ്. നാസറിനോടും കുഞ്ഞാനോടും എനിക്ക് പറയാനുള്ളത്, വീട് തിരിച്ചു കിട്ടിയാൽ വീണ്ടും ഒരു നെറുക്കെടുപ്പ് നടത്താൻ നിങ്ങൾ തയ്യാറാണോ? മറ്റുള്ള, അതായത് ഇതിന്റെ മറ്റു സമ്മാനങ്ങൾ ലഭിച്ച ആളുകളും ആ സമ്മാനങ്ങൾ തിരിച്ചു കൊടുത്തിട്ട് ജെനുവിൻ ആയിട്ടുള്ള നീതിപൂർവമായിട്ടുള്ള ഒരു നെറുക്കെടുപ്പ് നടത്താൻ നിങ്ങൾ തയ്യാറാവണം. അത് വേറെ വഴിയില്ല. ഒരു രോഗിക്ക് വേണ്ടി ലക്കി ഡ്രോ നടത്തിയെന്ന് ഖാദർ കരിപ്പൊടി ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ ഒരു സ്വകാര്യ വ്യക്തി ഒരിക്കലും ഈ ഒരു കാര്യം ചെയ്യുന്നത് അത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരിക്കലും ലീഗലല്ല, ഇല്ലീഗലായിട്ടുള്ളൊരു പരിപാടി, ഒരു നിയമലംഘനവും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. നിവൃത്തികേട് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്, വേറൊരു വഴിയും ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഈ മെഡിക്കരി കേമാട് ഭാഗത്തുള്ള ആരോടും ഇസ്മായിലിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറവ് പോലും പറയാനുണ്ടാകും. കാരണം അത്രയും നല്ല രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. കാരണം 2 കോടിക്ക് മുകളിൽ കടം വന്നത് കൊണ്ട് മാത്രമാണ്, അത് ഈ വീട് വിറ്റ് കഴിഞ്ഞാൽ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ലക്കി ഡ്രോ സിസ്റ്റം ചെയ്യുന്നത്. ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു ടിക്കറ്റ് എടുക്കുക, 1000 രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് എടുക്കുക. കിട്ടിക്കഴിഞ്ഞാൽ 58 സമ്മാനങ്ങൾ. ഇനി ഖാദർ കരിപ്പൊടി ഇതിനെ കുറിച്ചിട്ട് കുറേ വീഡിയോസൊക്കെ ഇട്ടിരുന്നു, അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. ഈ കാര്യത്തിൽ ആലോചിച്ച് നോക്കിയാൽ ഖാദർ ചെയ്യുന്നതും ഇതുപോലെ ഒരു തരത്തിലുള്ളൊരു സ്കാം പ്രൊമോഷൻ തന്നെയല്ലേ? ഈ ഒരു മാർഗം സത്യത്തിൽ പറഞ്ഞാൽ ഇതൊരു സ്കാം തന്നെയാണ്. അടിപൊളി വീടാണ്, 4555 സ്ക്വയർ ഫീറ്റിന്റെ ഒരു അടിപൊളി വീടാണ്. കാണാൻ നല്ല ഭംഗിയുള്ള വീടാണ്, നല്ല ആംബിയൻസ് ഉള്ള വീടാണ്. അതോടൊപ്പം തന്നെ ഒരു നല്ല അടിപൊളി കാറ്, സ്കൂട്ടർ, 58 സമ്മാനങ്ങളോടൊപ്പം സ്വർണ്ണ നാണയങ്ങൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട്. ഈ വരുന്ന മെയ് 27 തന്നെ നെറുക്കെടുക്കുന്നതാണ്. ഇതിൽ നോക്കിയാൽ യാതൊരു ട്രാൻസ്പെറൻസിയും ഇല്ല. എത്ര പേര് ടിക്കറ്റ് വാങ്ങിച്ചു, ഇതിൽ എന്ത് തുക കിട്ടി, ഇതിനൊന്നും യാതൊരു തെളിവും ഒന്നുമില്ല. ഇതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഒരാളുടെ അസുഖത്തിൻ്റെ കാര്യം സത്യം തന്നെയാണ്, ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികൾ അതിൽ എത്രത്തോളം ഈ പറയുന്ന പോലെ ട്രാൻസ്പെറൻസി ഉണ്ടെന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അതും ഇവർ ഉദ്ദേശിക്കുന്ന തുകയൊക്കെ കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന രീതിയിൽ കോടിക്കണക്കിനൊക്കെ ഉള്ളൊരു തുക സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ നിയമത്തിനെതിരെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് എത്രമാത്രം ഇത് ഒരു പ്രശ്നമില്ലാതെ മുമ്പോട്ട് പോകും, ഇതൊക്കെ ചെന്ന് അവസാനം പോയി കുരുങ്ങും എന്നൊക്കെ ഉള്ളത് കണ്ടു തന്നെ അറിയണം. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഈ തിരഞ്ഞെടുത്ത ഒരു മാർഗം നേരായതാണോ എന്നുള്ളൊരു സംശയം തീർച്ചയായിട്ടും ബാക്കി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടിട്ടും ആളുകൾ പിന്നെയും ഇതിലൊക്കെ വീണ്ടും ചെന്ന് വീഴുന്നവരെ രക്ഷിക്കാനായിട്ട് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു കാര്യം കണ്ടപ്പോഴേക്കും അടുത്തിടയിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഈ ലക്കി ഡ്രോ സ്കാം പരിപാടികളും പിന്നെ നറുക്കെടുപ്പും സമ്മാനവും ഇതൊക്കെ കൊണ്ട് പൊറുതിയില്ലാത്തൊരു കാലഘട്ടമാണ് ഇപ്പോൾ മുമ്പിൽ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് പേര് നിങ്ങൾ ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കാണും. നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ചിട്ട് എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഒരുപാട് പേര് കമൻസൊക്കെ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. എന്നാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് അറിയിക്കുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ലൈക്ക് ബട്ടണും ഒന്ന് അടിക്കാൻ മറന്നേക്കല്ലേ. ഇതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഈ വീഡിയോ കണ്ടവർക്കൊക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്.